പല രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നൽകേണ്ട തുകകൾ ലഭ്യമാക്കുന്നില്ല. ഇത്തരം നീക്കങ്ങൾ മാനവിക ആവശ്യങ്ങളിലെ ഇടപെടലുകളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന മുന്നറിയിപ്പിന്റെ സൂചനയായി ആന്റോണിയോ ഗുട്ടറസിന്റെ നിലപാടുകളെ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആ വാക്കുകൾ കൂടി നോക്കാം. The law of power is prevailing over the power of law. International law is trampled. Cooperation is eroding. And multilateral institutions are under assault on many fronts. When perilous actions do not meet adequate reaction, the system destabilizes. And impunity is driving today's conflicts, fueling escalation, widening mistrust, and kicking the doors open for powerful spoilers to enter from every direction. ഐസൺ ജോസ് വിവരങ്ങൾ നൽകും. ഐസൺ, ഈ ഗാസയുടെ ഭരണത്തിനായി അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു സമിതി രൂപീകരിക്കുകയും ഏതാണ്ട് 60-ലധികം രാജ്യങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഒരർത്ഥത്തിൽ UN-നെ മറികടന്നുകൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു നീക്കമായിരുന്നു. ഒരുപക്ഷെ ഈ പശ്ചാത്തലത്തിലൊക്കെയാണോ ഇപ്പോൾ UN-ന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ആ ഒരു സാഹചര്യം പരിഗണിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആന്റോണിയോ ഗുട്ടറസ് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം വെനസ്വേലയുടെ വിഷയമാണ് എന്നതാണ് മനസ്സിലാക്കാൻ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് പഠിക്കുന്നവരെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അത് ലക്ഷ്യം വെച്ചത് വെനിസ്വേലയിലെ ആ നടപടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി ന്യൂയോർക്കിൽ എത്തിച്ച് വിചാരണ ചെയ്യുന്ന ഒരു നീക്കമൊക്കെ നടത്തിയതും വെനിസ്വേലയിലെ അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്തുന്നതും എല്ലാം തന്നെ അത്തരമൊരു സാധ്യതയിലേക്കാണ്, ആ ഒരു പ്രശ്നത്തിലേക്കാണ് അദ്ദേഹം കൃത്യമായി വിരൽ ചൂണ്ടിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മുകളിൽ ശക്തിയുടെ നിയമം യാഥാർത്ഥ്യമാകുന്നു അല്ലെങ്കിൽ നടപ്പിലാകുന്നു എന്നതാണ് അദ്ദേഹം പ്രയോഗിച്ച ആ ഒരു വാക്ക്. വളരെ കൃത്യമായ ഒരു ആശയം ആ വാക്കുകളിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കപ്പുറം ശക്തിക്ക് അല്ലെങ്കിൽ ശക്തിയുള്ള രാജ്യങ്ങൾക്ക് സാധ്യതകൾ തുറക്കുന്നു എന്നൊരു നിലപാടാണ് മുന്നോട്ട് വെച്ചത്. അത്തരമൊരു സാഹചര്യം മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് UN സെക്യൂരിറ്റി കൗൺസിൽ എല്ലാം തന്നെ പരിഷ്കരിക്കേണ്ട അനിവാര്യതയുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറെ കൂടി കാര്യക്ഷമമായി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന നിലപാട് അറിയിച്ചത്. ഭാരതത്തിൻ്റെ വർഷങ്ങളായുള്ള നിലപാടാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ 5 സ്ഥിരാംഗങ്ങളും 10 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണുള്ളത്. ഈ 5 സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ടാവുകയും ഈ തത്വത്തിൽ ഏതെങ്കിലും വീറ്റോ പവറുള്ള ഒരു രാജ്യം വിചാരിച്ചാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതൊരു സംഘടനയുടെ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ സ്വഭാവമോ അല്ല, ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമാണ് എന്ന കടുത്ത വിമർശനം ലോകം മുഴുവനും ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഗ്ലോബൽ സൗത്തിനെ ഏകീകരിക്കുന്ന G20 പോലുള്ള സംവിധാനങ്ങളും ബ്രിക്സ് പോലുള്ള സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമാകാനുള്ള ഒരു അടിസ്ഥാന കാരണം തന്നെ UN-ന്റെ ഈ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ദൗർബല്യം തന്നെയാണ്. ഈ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ലോകം മുഴുവൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കുകയാണ് ഇപ്പോൾ ആന്റോണിയോ ഗുട്ടറസ് ചെയ്യുന്നത്. അത് നടപ്പിലാക്കണമെന്നൊരു നിലപാട് അറിയിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെ തന്നെ UNESCO ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും UNICEF പോലുള്ള സംവിധാനങ്ങൾക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നൽകുന്ന ഫണ്ടുകൾ ഒഴിവാക്കാനുള്ള നീക്കം, അല്ലെങ്കിൽ അത് നൽകുന്നത് തടഞ്ഞു വയ്ക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. അത്തരം നീക്കങ്ങൾ സ്വാഭാവികമായും ഈ UN-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുവെന്നും ജൂലൈ വരെ പ്രവർത്തിക്കാൻ മാത്രമുള്ള ഒരു വരവ് അല്ലെങ്കിൽ ഒരു നീക്കിയിരിപ്പ് മാത്രമാണ് UN-നുള്ളത് എന്ന് തുറന്നു പറയുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അദ്ദേഹം പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിലും അതുപോലെ തന്നെ മറ്റ് അഭയാർത്ഥിക്ഷേമം അതുപോലെയുള്ള സാമൂഹ്യക്ഷേമ പരിപാടികളെല്ലാം തന്നെ ഒരു കൃത്യതയില്ലാത്ത പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട വലിയ സമൂഹത്തിന് വേണ്ടി UN നേരിട്ട് നടത്തുന്നുണ്ട്. യുദ്ധ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന സാഹചര്യമുണ്ട്, സമാധാന ദൗത്യങ്ങളിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. ഇവിടെയെല്ലാം തന്നെ അത് നിലനിർത്തുന്നതിനുള്ള പണം ലഭ്യമാകാതാകുമ്പോൾ സ്വാഭാവികമായും മരണങ്ങൾ സംഭവിക്കുകയും രോഗാതുരത ഉണ്ടാവുകയും ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന അതീവ ഗൗരവമായ ഒരു ആഗോള സാമ്പത്തിക വിഷയം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതിനെ പരിഷ്കരിക്കുക അനിവാര്യമാണ് UN എന്നാണ് പറയുന്നത്. തീർച്ചയായും അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് UN സെക്യൂരിറ്റി കൗൺസിൽ പരിഷ്കരിക്കണം. അതുപോലെ തന്നെ ഏകാധിപത്യം നടപ്പാക്കുന്ന UN-ന്റെ സാന്നിധ്യം, UN എന്ന് പറയുന്ന സംഘടന 80 കൊല്ലമായി നിലനിൽക്കുമ്പോഴും ഏകാധിപത്യം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ധാരണകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അപ്പുറം അന്താരാഷ്ട്ര തലത്തിൽ ശക്തി പ്രകടനം നടത്താനുള്ള സാധ്യതയുള്ള രാജ്യങ്ങൾ ഈ ലോകത്തെ കൈയടക്കുന്നു എന്ന കടുത്തൊരു വിമർശനം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് പോലും അദ്ദേഹം നൽകുന്നുണ്ട്. വരും നൂറ്റാണ്ടിലേക്ക് പോലും ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയമായി തന്നെ അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്.
ഓക്കെ ഐസൺ, എന്തായാലും സാമ്പത്തികമായി ഉൾപ്പെടെ പല രാജ്യങ്ങളും UN സംഭാവനകൾ നൽകുന്നില്ല ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സെക്രട്ടറി ജനറൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഐസൺ ഏറ്റവും അവസാനം ചൂണ്ടിക്കാണിച്ചതുപോലെ UN ഉൾപ്പെടെ അന്താരാഷ്ട്ര നിയമങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലും പല ലോകരാജ്യങ്ങളിൽ ഇപ്പോഴും ഏകാധിപത്യം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നു. പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ പോലും നടക്കാറില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് UN സെക്രട്ടറി ജനറൽ തുറന്ന് പറയുന്നത്. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.